നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററായ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് എ പോളിനോമിയൽ. ഒരു പോളിനോമിയലിൻ്റെ സീറോസും അവയുടെ കോഎഫിഷ്യൻറ്റുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ലീനിയർ പോളിനോമിയലിൻ്റെ റിലേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ലീനിയർ പോളിനോമിയൽ എങ്ങനെയായിരിക്കും? AX + B എന്നുള്ള ഫോമിലായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് എന്താണ്? -B/A എന്നായിരിക്കും അല്ലേ. അതിൻ്റെ സീറോസ് ഓഫ് ലീനിയർ പോളിനോമിയൽ എന്തായിരിക്കും? -B/A. അതായത് B എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. എ എന്ന് പറയുന്നത് ഇവിടെ എ എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം ആണ്. അപ്പോൾ ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഇതുപോലെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ഈ കോഎഫിഷ്യൻറ്റും ഈ സീറോസും തമ്മിൽ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ജനറൽ എങ്ങനെ നമ്മൾ പറയുക? ഒരു ജനറൽ പോളിനോമിയൽ എങ്ങനെ പറയാം? AX² + BX + C. ഇവിടെ C ആണ് കോൺസ്റ്റന്റ് ടേം കേട്ടോ. അപ്പോൾ തെറ്റിപ്പോകരുത്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് B, x² കോഎഫിഷ്യൻ്റ് A. ഇത്രയും മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു പോളിനോമിയൽ നമ്മൾ എടുത്തു 2x² - 8x + 6. ആദ്യം നമുക്കിതിനെ മിഡിൽ ടേം ഉണ്ടല്ലോ -8x, അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. 2x² - 6x - 2x + 6. കണ്ടോ? -6xഉം -2xഉം ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? -8x. ഇതെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമുക്കിവിടെ എന്ത് വരണം? ഇവിടെ 2x² ആയതുകൊണ്ട് നമുക്കിവിടെ രണ്ട് നമ്പറുകൾ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എന്ത് വരണം? ഈ കോൺസ്റ്റന്റ് ടേം വരണം. അതുപോലെ സം എന്ന് പറയുന്നത് ആ രണ്ട് നമ്പറുകൾ നമ്മൾ ആഡ് ചെയ്താൽ നമുക്കിവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടണം. പക്ഷേ ഇവിടെ 2x² ആയതുകൊണ്ട് ആ 2 കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 6 × 2 കോൺസ്റ്റന്റ് ടൈം എന്തായിരുന്നു? 6. 6 × 2 = 12. അതേപോലെ തന്നെ 6 × 2 = 12. അപ്പോൾ നമുക്കിവിടെ 12 എന്നുള്ളത് ആൻസർ വരണം. അപ്പോൾ ഇവിടെ -6 × -2 എന്താണ്? +12 ആണ് അല്ലേ. വെറുതെ വെറുതെ ഒരു x² ആണെങ്കിൽ നമുക്ക് അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വെറുതെ 6 കിട്ടിയാൽ മതി. ഇവിടെ 2x² ആയതുകൊണ്ട് നമ്മൾ രണ്ട് നമ്പറുകൾ എടുക്കുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ആ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈഡ് വിത്ത് x² കോഎഫിഷ്യൻ്റ്. അപ്പോൾ ഇവിടെ 12 നമുക്ക് കിട്ടണം പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ -6ഉം -2ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +12 ആണ് അല്ലേ. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ -8. ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ -6ഉം -2xഉം എടുത്തിരിക്കണം. അതിന് നമുക്ക് -5x -3x എടുക്കാം. പക്ഷെ അതൊന്നും ഇവിടെ സ്യൂട്ട് ആവില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇവിടെ ഇപ്പോൾ അത് പ്രാധാന്യമില്ല. നമ്മളവിടെ കോഎഫിഷ്യൻറ്റും സീറോസും നമ്മൾ റിലേഷൻ നോക്കരുത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെയാണ് എഴുതിയതെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ഈ രണ്ട് ടേമുകൾ എടുക്കുക. അതിൽ കോമൺ ആയിട്ട് എന്താണുള്ളത്? ഒരു 2 ഉണ്ട് അല്ലേ. 2x² - x ഉണ്ട് അല്ലേ -6x. ആ 2x കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. 2x. പിന്നെ ഇവിടെ എന്തുണ്ട്? 2x-ൽ 2x² 2x പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു x, -6-ൽ 2 പോയി കഴിഞ്ഞാൽ ബാക്കി ആരാളുള്ളത്? 3 അല്ലേ. 3 × 2 = 6. എക്സും പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി x - 3 ഉള്ളത്. ഇനി 2x + 6-ൽ നോക്കിയേ. അവിടെ നമ്മൾ -2 പുറത്തേക്ക് എടുക്കുകയാണെ. -2. അപ്പോൾ -2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ x, ഇവിടെ മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ നടുവിൽ എന്ത് വരും? മൈനസ് വരും. 6-ൽ 2 പോയി കഴിഞ്ഞാൽ ബാക്കി 3 അല്ലേ. -2 × -3 + 6. അപ്പോൾ ആ രീതിയിൽ രണ്ട് ടേമിൽ നമ്മൾ കോമൺ ആയിട്ടുള്ളത് എടുത്തതു. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ ഒരു ടേമിൽ x - 3 ഉണ്ട്, ഇവിടെയും ഒരു x - 3 ഉണ്ട്. ആ x - 3 ഞാൻ കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ ബാക്കി 2xഉം ഇവിടെ -2 ആണ് അല്ലേ. ഇനി നമുക്ക് ഈ 2x - 2നെ എന്ത് ചെയ്യാം? x - 3 അങ്ങനെ നിർത്തി. 2 കോമൺ ആണല്ലേ രണ്ടെണ്ണത്തിലും. അപ്പോൾ ബാക്കി ഇവിടെ 2 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ x - ഇതിൽ നിന്നും 2 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 1. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫാക്ടേഴ്സ് കിട്ടി. x - 3ഉം x - 1ഉം പിന്നെ 2. ഇനി 2 എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ? ഒരിക്കലും 0 ആവില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ സീറോസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആരൊക്കെയാണ്? x - 3 = 0, അതായത് x = 3. ഇതിൻ്റെ ഒരു 0 ആണെന്ന് കിട്ടി. അതുപോലെ x - 1 = 0, അതായത് x = 1. അപ്പോൾ ഫാക്ടേഴ്സ് കിട്ടിയാൽ നമുക്കതിന് =0 എന്ന് പറഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ നമുക്കവിടെ സീറോസ് ഏതൊക്കെയാണെന്ന് കിട്ടി? എന്താണ്? x = 3ഉം x = 1ഉമാണ് ഈ ഒരു പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ പോവുകയാണ്.
സം ഓഫ് സീറോസ് എന്താ വരിക? ഒന്ന് 1 ഒന്ന് 3 ആണല്ലേ, അതായത് 1 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഈ 4നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതൊരു എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ നിങ്ങളത് അയ്യോ ഇങ്ങനെ എഴുതണ്ടേ അങ്ങനൊന്നും ചിന്തിക്കേണ്ട. 4നെ നമുക്ക് എങ്ങനെ എഴുതാം? -8/2 എന്ന് എഴുതിക്കൂടെ? മൈനസ് ഓഫ് -8 കേട്ടോ, അപ്പോഴല്ലേ പോസിറ്റീവ് ആവുക. -8/2. ഇനി മൈനസ് അവിടെ നിൽക്കട്ടെ. -8 എന്ന് പറയുന്നത് ഈ ഒരു പോളിനോമിയലെ സംബന്ധിച്ച് എന്താണ്? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എന്താണ്? x² കോഎഫിഷ്യൻറ്റ്. അപ്പോൾ കോഎഫിഷ്യൻറ്റ് ഓഫ് x². അപ്പോൾ നമുക്ക് സം ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? മൈനസ് ഓഫ് കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻറ്റ് ഓഫ് x². ആ ഒരു ഫോർമുലയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിന് ഇങ്ങനെ ചെയ്ത് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് നോക്കിയേ. സീറോസ് 1 ഉം 3 ആണ്. അപ്പോൾ 1 × 3 = 3. 3നെ നമുക്ക് എങ്ങനെ എഴുതാം? 6/2 എന്ന് എഴുതിക്കൂടെ? 6 എന്ന് പറയുന്നത് ഈ പോളിനോമിയലിനെ സംബന്ധിച്ച് കോൺസ്റ്റൻറ്റ് ടേം ആണ്. അപ്പം കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യൻറ്റ് ഓഫ് x². അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ഇപ്പം നമുക്ക് ജനറലായിട്ട് ഞാൻ എന്ത് പറയാം? ജനറലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത് കേട്ടോ. ജനറലായിട്ട് ഒരു പോളിനോമിയൽ, അതായത് ഒരു ക്വാഡ്രാറ്റിക് ഡിഗ്രി 2 ആയിട്ടുള്ള ഒരു പോളിനോമിയലിൻ്റെ സം ഓഫ് സീറോസ് എന്തെന്ന് പറയുന്നത് മൈനസ് ഓഫ് കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻറ്റ് ഓഫ് x². അതേപോലെ തന്നെ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻറ്റ് ഓഫ് x². അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തൊരു പോളിനോമിയൽ നമുക്ക് എടുക്കാം. ആ പോളിനോമിയൽ എന്ന് പറയുന്നത് 3x² + 5x - 2. അപ്പോൾ നമ്മളിതിനെ ഇത് ചെയ്യാണ്, സ്പ്ലിറ്റ് ചെയ്യാണ്. 3x² എങ്ങനെ ചെയ്യാം? +6x - x അല്ലേ? +6x - x എന്ന് പറയുന്നത് 5x ആണ്. പിന്നെ -2. ഞാൻ അതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോകണില്ല. ഞാൻ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇനി ഇതിൽ നമുക്ക് ഈ രണ്ടെണ്ണത്തിൽ 3x കോമൺ ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് 3x എടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഒരു x ഉണ്ട്. 6ൽ 3 കഴിഞ്ഞ് ബാക്കി ഒരു 2. x ഓൾറെഡി എടുത്തു. അപ്പോൾ x + 2 മാത്രമാണുള്ളത്. ഇവിടെ നമുക്കൊരു മൈനസ് കോമൺ ആയിട്ട് എടുക്കാം അല്ലേ? അപ്പോൾ ബാക്കി അവിടെയും -xൽ നിന്ന് മൈനസ് പോയ എക്സും -2ൽ നിന്ന് മൈനസ് പോയ +2 ആണ്. വീണ്ടും x + 2 കോമൺ ആയിട്ട് വന്നു. അപ്പോൾ x + 2 കോമൺ ആയിട്ട് എടുക്കുമ്പം 3x ബാക്കി ഇവിടെ ഒരു -1 ഉണ്ട്. അപ്പോൾ നമുക്ക് ഫാക്ടേഴ്സ് എന്ത് കിട്ടി? x + 2ഉം 3x - 1ഉം കിട്ടി. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ സീറോസ് എന്താ കിട്ടുക? x + 2 = 0, അതായത് x = -2. ഇനി 3x - 1 = 0, അതായത് 3x = -1 അങ്ങോട്ട് പോകുമ്പോൾ 1. x = 1/3 അല്ലേ? 3 ഇങ്ങോട്ട് വരുമ്പം ഡിനോമിനേറ്ററിൽ വരും. ഇതിന് രണ്ട് സീറോസ് -2ഉം 1/3 എന്നും കിട്ടി അല്ലേ? -2ഉം 1/3. ഇനി നമുക്കിവിടെ സം ഓഫ് ദ സീറോസ് എന്താ കണ്ടുപിടിക്കേണ്ടത്? രണ്ടും കൂടെ ആഡ് ചെയ്യാം. -2 + 1/3. 3നെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ -2 × 3 -6 + 1 ഡിവൈഡഡ് ബൈ 3. നമ്മൾ കോമൺ ഡിനോമിനേറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -6 + 1 എന്ന് പറയുന്നത് -5/3 അങ്ങനെ കിട്ടി. അതുപോലെ തന്നെ പ്രോഡക്റ്റ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. -2 മൾട്ടിപ്ലൈഡ് വിത്ത് 1/3. അപ്പോൾ -2/3 എന്ന് കിട്ടി. ഇനി ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ -5/3. -5 എന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. കണ്ട? കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് x² കോഎഫിഷ്യൻറ്റ്. കോഎഫിഷ്യൻറ്റ് ഓഫ് x². ഇതന്നെയല്ലേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻറ്റ് ഓഫ് x². അതേപോലെ തന്നെ പ്രോഡക്റ്റ് എന്തായിരുന്നു? -2 എന്താണെന്ന് നോക്കിയേ? കോൺസ്റ്റൻറ്റ് ടേം. അപ്പം കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ 3 എന്താണെന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചത്? കോഎഫിഷ്യൻറ്റ് ഓഫ് x². അപ്പോൾ കോഎഫിഷ്യൻറ്റ് ഓഫ് x². അപ്പോൾ നമുക്ക് ഏതൊരു പോളിനോമിയൽ എടുത്താലും സം ഓഫ് സീറോസ്, നമ്മളിപ്പോൾ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ രണ്ട് സീറോസ് ആണെന്ന് വിചാരിക്കുക ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സമ്മ് ആൽഫ + ബീറ്റ = എന്ത് വരും? മൈനസ് ഓഫ് കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻറ്റ് ഓഫ് x². ഈ കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് നമ്മളൊരു ജനറൽ ഇക്വേഷൻ എങ്ങനെ എഴുതുക? ax² + bx + c അല്ലേ? അപ്പോൾ കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് ഇതിലാരാണ്? b. അപ്പോൾ -b ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻറ്റ് ഓഫ് x² a ആണ്. ഇനി പ്രോഡക്റ്റ് ആൽഫ ബീറ്റ
വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? കോൺസ്റ്റൻറ്റ് ടേം അല്ലേ, കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ് കേട്ടോ. കോൺസ്റ്റൻറ്റ് ടേം എന്താ ഇതിൽ? സി ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എ. അപ്പം ഒരു ജനറൽ ഇക്വേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണെങ്കിൽ സം ഓഫ് ദി സീറോസ് ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ, അതായത് മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. പ്രോഡക്റ്റ് ഓഫ് ദി സീറോസ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു സി ബൈ എ, അതായത് കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ നമ്മൾ ഈ രണ്ട് പോളിനോമിയൽ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് കണ്ടുപിടിച്ചതാണ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന 3 എക്സാമ്പിളുകൾ ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ 2. ഇവിടെ നമുക്ക് ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10. ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ സീറോസും കോഎഫിഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ വെരിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്കിതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 എന്ന് പറയുന്നത് നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 10 കിട്ടണം. പിന്നെ ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടണം. അങ്ങനത്തെ രണ്ട് നമ്പറുകൾ ഏതാണ്? 5ഉം 2 അല്ലേ? 5 2s are 10, 5 + 2 7. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ എഴുതി? എക്സ് പ്ലസ് 5 എന്നും എക്സ് പ്ലസ് 2 എന്നും എഴുതി അല്ലേ? അപ്പോൾ ഈ ഒരു പോളിനോമിയലിൽ ഇങ്ങനെ എഴുതാനായിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇനി ഇതെന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ സീറോസ്, ഇത് രണ്ട് ഫാക്ടേഴ്സ് കിട്ടി. അതിൻ്റെ അർത്ഥം എക്സ് പ്ലസ് 5 0 ആയിരിക്കും, അതുപോലെ എക്സ് പ്ലസ് 2ഉം 0 ആയിരിക്കും. എക്സ് പ്ലസ് 5 0 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു -5, എക്സ് പ്ലസ് 2 0 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു -2. അപ്പോൾ രണ്ട് സീറോസ് എന്താ കിട്ടിയേ? -5 എന്നും -2 എന്നും കിട്ടി. അപ്പോൾ സീറോസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സം ഓഫ് ദ സീറോസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു എന്താ നമ്മൾ പറഞ്ഞത്? രണ്ടും ആഡ് ചെയ്യാം അല്ലേ? -2 പ്ലസ് -5 ദാറ്റ് ഈസ് ഈക്വൽ ടു -7 എന്ന് കിട്ടി. ഇത് നമുക്ക് വേണമെങ്കിൽ -7/7/1 എന്ന് എഴുതാം. നോക്കിയേ, -7 എന്താണ്? മൈനസ് ഓഫ് 7 എന്ന് പറയുന്നത് എന്താ നോക്കിയേ? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്, അതായത് ബി ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് അവിടെ 1 ആണ്. അപ്പോൾ അതവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ അത് എ -b/a എന്ന് കിട്ടിയില്ല, അല്ലെങ്കിൽ മൈനസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ അങ്ങനെ എഴുതാം. ഇനി പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ് ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു -2 × -5 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? +10 കിട്ടും അല്ലേ? പോസിറ്റീവ് 10 നമുക്ക് 10/1 എഴുതാം. 10 എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻറ്റ് ടേം, അതായത് സി ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എ. ഇതിനെങ്ങനെ എഴുതാം? കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ c/a. അപ്പോൾ വെരിഫൈ ചെയ്തു, ശരി എന്നല്ലേ? നമുക്ക് കണ്ടുപിടിച്ച വാല്യൂസും നമ്മുടെ റിലേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് ശരിയാണ്, നമുക്കവിടെ കിട്ടി. ഇതുപോലെ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഇതേപോലെ തന്നെ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ -3. ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കണം, വെരിഫൈ ചെയ്യണം. ഇത് നമ്മുടെ a² - b² എന്നുള്ള രീതിയിൽ കിടക്കണം അല്ലേ? അപ്പോൾ a + b × a - b. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? x² - √3 the whole square, അതാണല്ലോ 3. അപ്പോൾ ഇതിനെന്ത് വരും? x + √3 അല്ലേ? a + b × a - b, അതായത് x - √3. അപ്പോൾ ഇത് രണ്ടും അതിൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 0, അതുപോലെ x - √3യും ഈക്വൽ ടു 0. അപ്പോൾ x ഈസ് ഈക്വൽ ടു -√3 വരും, അതുപോലെ x ഈസ് ഈക്വൽ ടു √3യും വരും. അപ്പോൾ ഇതിൻ്റെ രണ്ട് സീറോസ് കിട്ടി, എന്താണ്? √3യും -√3യും. ഇനി ഇതിൻ്റെ സമ്മ് നമുക്ക് നോക്കി നോക്കാം. സം എന്ന് പറയുന്നത് എന്താ? √3 - √3 അല്ലേ? എന്താ? 0. സമ്മ് 0. എന്തായിരുന്നു സമ്മിൻ്റെ ഫോർമുലയിൽ? മൈനസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്. ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്താണ്? 0. അങ്ങനെ ഒരു ടേം ഇല്ല അല്ലേ? ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ 1. -0/1 എന്ന് പറയുന്നത് എന്താണ്? 0. അപ്പോൾ ശരി എന്തെങ്കിലും നമുക്ക് കിട്ടിയിരിക്കണം. ഇനി പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. √3 മൾട്ടിപ്ലൈഡ് വിത്ത് -√3. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? -3 എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം. നോക്കിയേ, കോൺസ്റ്റൻറ്റ് ടേം എന്ത് തന്നെയാണ്? -3 ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ 1, അതായത് -3 തന്നെ. അത് ശരിയല്ലേ? -3/1 എഴുതാം. അതെന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേം. -3 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേം ആണ്. കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ശരിയായില്ലേ നമ്മൾ വെരിഫൈ ചെയ്തത്? ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു പോളിനോമിയൽ തന്നൂലേ, ഇനി നമ്മളൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കണം. സമ്മും പ്രോഡക്റ്റും അവർ തന്നിട്ടുണ്ട്. സം എത്രയായിരിക്കണം? -3 ആയിരിക്കണം. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2 ആയിരിക്കണം. ഈ ഒരു രീതിയിൽ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമ്മൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജനറൽ എന്താണ്? ax² + bx + c എന്നാണ് അല്ലേ? അപ്പോൾ നമ്മളിതിൽ
നമ്മുടെ സം എന്താ വരിക ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റയാണ് ഈ തന്നിരിക്കുന്ന -3 അല്ലേ. അതുപോലെ പ്രോഡക്റ്റ് ആൽഫ ബീറ്റയാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ 2 എന്ന് പറയുന്നത് അല്ലേ. ഇതെന്ന് പറയുന്നത് എന്താണ് -b/a അല്ലേ, -b/a. ഇതെന്ന് പറയുന്നത് c/a അല്ലേ, പ്രോഡക്റ്റ് c/a. നമ്മളിപ്പോൾ a എന്ന് പറയുന്നത് 1 ആയിട്ട് എടുത്തു. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ax² പറഞ്ഞപ്പോൾ ഒരു x² പ്ലസ് എന്ന് തുടങ്ങുന്ന ഒരു പോളിനോമിയലാണെന്ന് വിചാരിക്കേ, അല്ലെങ്കിൽ 2x² 3x² ഒക്കെ എടുക്കാം. നമ്മളിപ്പോൾ സിമ്പിളായിട്ട് a = 1 എന്ന് എടുത്തു. അങ്ങനെയാണ് ഇവിടെ എന്ത് കിട്ടി നോക്കിയേ, -b/a = -3. അപ്പോൾ a = 1. അപ്പോൾ എയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുത്തു, 1 എന്ന് കൊടുത്തു. ഈ മൈനസും ക്യാൻസലായി പോവും. അപ്പോൾ b = എന്തെന്ന് കിട്ടി, 3 എന്ന് കിട്ടി. അതുപോലെ c/a = 2 ആണ്. എക്ക് ഞാൻ എന്ത് കൊടുക്കണം, വാല്യൂ 1. അതായത് c/1 = 2, അതായത് c = 2. അപ്പോൾ a 1 എടുത്തപ്പോൾ b = 3 എന്ന് കിട്ടി, c = 2 എന്ന് കിട്ടി. അപ്പോൾ പോളിനോമിയൽ എഴുതി കൂടെ, ax², a 1 ആണ്, അപ്പോൾ വെറും x², ബിയുടെ വാല്യൂ 3, അപ്പോൾ പ്ലസ് 3x പ്ലസ് സിയുടെ വാല്യൂ 2, അപ്പോൾ പ്ലസ് 2. ഇങ്ങനെ ഒരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ x² + 3x + 2 എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സമ്മ് സീറോസുകളുടെ സമ്മ് എന്ത് വരും, -3 വരും. അതേപോലെ തന്നെ പ്രോഡക്റ്റ് എന്ത് വരും, 2 അല്ലേ, 2/1 2 -3/1 അല്ലേ, -3. ശരിയല്ലേ. ഇനി നമുക്ക് വേറെയും പോളിനോമിയൽ 2x² 3x² ഒക്കെ എടുക്കുകയാണെങ്കിൽ ചെയ്യാം. പക്ഷേ a = 1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മനസ്സിലായല്ലോ, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സം ഓഫ് ദ സീറോസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് x ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x². പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x². ഇനി ഒരു ക്യൂബിക് പോളിനോമിയലിൻ്റെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്